ഡിവൈഎഫ്ഐ ആശുപത്രികളിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത് എന്ത് വില കൊടുത്തും തടയുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാഷ്ട്രീയ പാർട്ടികളല്ല ഭക്ഷണ വിതരണം നടത്തേണ്ടത്, ഇത് UDF സർക്കാരിന്റെ നയമാണെന്നും മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണം നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ലക്ഷക്കണക്കിന് പൊതിച്ചോറാണ് സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ വിതരണം ചെയ്യുന്നത്. ആ പൊതിച്ചോറുമായി എത്തുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ കാത്ത് എത്രയോ മനുഷ്യർ ആശുപത്രിയുടെ ചുറ്റും നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. വിശക്കുന്ന വയറിന് അന്നം നൽകുന്ന ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനോടാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയും UDF സർക്കാരും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറിനെതിരെ ആദ്യം രംഗത്ത് വന്നത് ആരാണ് എന്ന് നമ്മൾക്ക് ഓർമ്മയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടമാണ് ഇത്തരത്തിൽ നെറുകെട്ട ആദ്യത്തെ പ്രസ്താവന നടത്തുന്നത്. അതിനുശേഷം പിന്നീട് പല ആൾക്കാരും അതിൽ ഏറ്റുപിടിച്ചു. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വ്യക്തികളടക്കം. പിന്നീട് അടുത്ത ദിവസം നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന കേട്ടത് അമ്പലപ്പുഴയിലെ MLA ആയിട്ടുള്ള G. സുധാകരൻ പൊതിച്ചോറിനെതിരായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അന്നം മുടക്കികളാണ് UDF എന്നുള്ളത് എത്രയോ കാലമായി നമ്മൾക്ക് ബോധ്യമുള്ളതാണ്. കോവിഡിൻ്റെ അടക്കം സമയത്ത്, പ്രളയത്തിൻ്റെ അടക്കം ഉള്ള സമയങ്ങളിൽ ഇതുപോലെയുള്ള പല കേസുകളുമായി ഹൈക്കോടതിയിൽ എത്തുകയും കോടതി അതെടുത്ത് വെളിയിൽ കളയുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, പല സന്ദർഭങ്ങളിലും ഇത്തരം നിലപാടുകൾ, ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത് തടയിടാൻ പല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് ഭരണത്തിലെത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം നമ്മൾ കാണുകയാണ്. ഈ മനുഷ്യർ ഈ ഭക്ഷണം വാങ്ങി കഴിക്കാൻ മനുഷ്യരുള്ളത് കൊണ്ടാണ് ഈ പൊതികൾ വിതരണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഈ ഭരിക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രി കെ മുരളീധരന് ഉണ്ടാകേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യമന്ത്രി ആയതിനു ശേഷമുള്ള പ്രവർത്തനങ്ങൾ ആകെ എടുത്ത് പരിശോധിച്ചാൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഈ നിപ്പ അടക്കം വരുന്ന സമയത്ത് അദ്ദേഹം ഏത് രീതിയിൽ പ്രവർത്തിച്ചു, സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുമ്പോൾ ഏത് രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ കേരളത്തിലെ ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മാന്യദേഹമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐക്കെതിരായിട്ട്, ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെതിരായിട്ട് വലിയ ഒരു നീക്കം നടത്തുന്നത്. സുജു ടി ബാബു ചേരുകയാണ്. സുജു, എവിടെ വെച്ചാണ് ആരോഗ്യമന്ത്രി കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം ഈ പൊതിച്ചോറ് വിതരണമാണ് എന്ന് പറഞ്ഞത്? എന്ത് വില കൊടുത്തും തടയും എന്നൊക്കെ പറയാൻ ഇതെന്താ യുദ്ധം വല്ലതുമാണ്? ഷമി, പത്തനംതിട്ട ആറന്മുള ക്ഷേത്രത്തിൽ ആറന്മുള വള്ളസദ്യയ്ക്ക് ഉദ്ഘാടകനായി എത്തിയപ്പോഴാണ് മാധ്യമങ്ങളുടെ മധ്യ പ്രതികരിക്കുമ്പോഴാണ് ഈ വിഷയം പറഞ്ഞത്. എന്ത് വില കൊടുത്തും പൊതിച്ചോർ വിതരണം തടയും, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന രാഷ്ട്രീയ സംഘടനകൾക്ക് ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ പൊതിച്ചോർ കൊടുക്കാൻ സാധ്യമല്ല എന്ന നിലപാടാണ് മന്ത്രി പറഞ്ഞത്. UDF സർക്കാരിൻ്റെ നയമാണെന്നും ആദ്യഘട്ടത്തിൽ എന്ന നിലയിൽ ആലപ്പുഴയിൽ നടപ്പാക്കുന്ന മന്ത്രി പ്രഖ്യാപിക്കുകയാണ്. ആ നിലപാട്, അതായത് അന്നം മുടക്കുന്ന നിലപാടിൽ കെ മുരളീധരൻ ഉറച്ചു നിൽക്കുന്നു. ആവർത്തിച്ച് പറയുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ തടയുന്നു? ബാനർ വെച്ച് നടത്താൻ പറ്റില്ല, അപ്പോൾ ബാനർ പിടിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നൊരു കാരണം, ഈ ആശുപത്രി കോമ്പൗണ്ടിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ വേണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട്, ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ രാഷ്ട്രീയ യുവജന സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമുള്ള സംഘടനകൾ സന്നദ്ധ പ്രവർത്തനം നടത്തിയാൽ എന്താണ് തെറ്റ്? മന്ത്രി പറഞ്ഞത് രാഷ്ട്രീയ യുവജന സംഘടനകൾക്ക് നടത്താൻ പറ്റില്ല, സന്നദ്ധ സംഘടനകളും സർക്കാരും ഒരുമിച്ച് നടത്തുമെന്ന്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, എന്താണ് കെ മുരളീധരൻ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മനസ്സിലാക്കുന്നത്? കെ മുരളീധരൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കേവലം അധികാര സ്ഥാനത്തിലേക്ക് എത്തുക, രാഷ്ട്രീയമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മറ്റു നടത്തുന്ന പ്രകടനങ്ങൾ മാത്രമാണോ രാഷ്ട്രീയ പ്രവർത്തനം? അതല്ല സുജു, അതിൻ്റെ ഒരു തിരുത്തുണ്ട്. അതിലൊരു തിരുത്തുണ്ട്. കെ മുരളീധരന്റെ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ നമുക്ക് കേരളീയ ജനതയ്ക്ക് അറിയാം. അച്ഛൻ്റെ തണലിൽ കുടുംബ പാരമ്പര്യത്തിന്റെ മഹിമയിൽ അധികാര സ്ഥാനത്തേക്ക് എത്തിയ വ്യക്തിയാണ്. അല്ലാതെ മുദ്രാവാക്യം വിളിച്ചും പോസ്റ്റർ ഒട്ടിച്ചും ഈ പറഞ്ഞതുപോലെ പൊതിച്ചോറ് വിതരണം ചെയ്തു ഒന്നുമല്ല കെ മുരളീധരൻ ഈ സ്ഥാനങ്ങളിലൊക്കെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതുപോലെ നാട്ടുകാരുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ കണ്ണീര് തുടയ്ക്കാനുള്ള പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനമായ ചുമതല. അതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നത്. അത് പക്ഷേ മുരളീധരന് മനസ്സിലാകണമെന്നില്ല. സുജു,
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം മുരളീധരനോട് ചോദിക്കുമ്പോൾ മുരളീധരൻ പറയുന്ന ഇടങ്കൈ കൊടുക്കുന്ന വലങ്കൈ അറിയരുതെന്ന്. ഇത് വിചിത്രമായ ഒരു വാദമാണ്. കാരണം അങ്ങനെയുണ്ടെങ്കിൽ സർക്കാർ നിർത്തട്ടെ, അപ്പോൾ സർക്കാർ ഇത് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് മാറുമെന്ന് പറഞ്ഞത്. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട വിമർശനം, വയനാട് ദുരന്തത്തിൽ ആളുകൾക്ക് 100 വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞിട്ട് 3 വീടുകൾ പോലും കോൺഗ്രസിനായിട്ടില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും സംസ്ഥാന സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നടപ്പാക്കുമെന്ന് പറഞ്ഞ പല പദ്ധതികളുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ സ്ത്രീ സുരക്ഷ പെൻഷൻ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ അവരെ സാമൂഹിക അവർക്ക് നൽകുന്ന തുക, സാമൂഹിക സുരക്ഷ ആ ഫണ്ട് അതെല്ലാം തന്നെ നിർത്തലാക്കുന്നു. അങ്ങനെ KSRTCയിൽ എംപാനൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നു. അങ്ങനെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ ഇരിക്കുന്നൊരു സർക്കാർ കേരളത്തിലെ 50,000-ലധികം പേർക്ക് പ്രതിദിനം സൗജന്യമായി 3 നേരം ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഈ സർക്കാരിനെ കൊണ്ട് UDF സർക്കാരിനോട് പ്രായോഗികമാണോ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട പൊതുവിമർശനം എന്ന് പറയുന്നത് സർക്കാർ DYFI ഉൾപ്പെടെ യുവജന സംഘടനകളും സന്നദ്ധ സംഘടന കൊടുക്കുന്ന പൊതിച്ചോറ് വിതരണത്തെ തടസ്സപ്പെടുത്തുകയും എന്നാൽ പിന്നീട് ഈ ആളുകൾക്ക് ഇത് ലഭ്യമാകാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മേടിക്കുന്ന ആളുകളുടെ ദാരിദ്ര്യാവസ്ഥയല്ല, പകരം പങ്കുവെക്കലിൻ്റെയും ഒരു സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെയും ഒക്കെ ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് യഥാർത്ഥ പ്രധാനപ്പെട്ട കാര്യം. കാരണം ആളുകൾ നമ്മുടെ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നു, അതിലൊരു ഭക്ഷണപ്പൊതി ആശുപത്രിയിലെത്തുന്ന ആളുകൾക്ക് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആളുകൾക്കും മേടിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന സാമൂഹിക ഉത്തരവാദിത്വം, കരുതൽ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്.